ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നും ഒരു ഹോൾ വീഡിയോ ആണ്. അപ്പോൾ സെയിൽസ് നടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ ഒരേ സമയത്ത് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്കും കൂടുതൽ യൂസ്ഫുൾ ആവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒന്നാമത്തെ പാർട്ട് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കാണണം. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം ആ ഒരു വീഡിയോയുടെ. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കൂടിയാണ് ഈ ഒരു വീഡിയോ. എല്ലാം കൂടെ ഒന്നിലിട്ട് കഴിഞ്ഞാൽ നല്ല ലെങ്തി ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ടായിട്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഹോൾ വീഡിയോയിലും ഡെയിലി വെയർ കുർത്തകൾ തന്നെയാണ് കാണിക്കുന്നത്. കൂടുതൽ പേരും പറയുന്നത് ഡെയിലി വെയർ കുർത്തകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ച ഡെയിലി വെയർ കുർത്തകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വായിക്കുന്നില്ല, വേഗം വീഡിയോയിലോട്ടേക്ക്. മിന്ത്രയിൽ ഇപ്പോൾ സെയിൽ നടക്കുന്നുണ്ട്, എൻഡ് ഓഫ് റീസൺ സെയിൽ. അത് മെയ് 31 മുതൽ ജൂൺ 5 വരെയാണുള്ളത്. അപ്പോൾ പ്രൊഡക്റ്റുകളൊക്കെ 50% മുതൽ 90% വരെ ഓഫിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. മാത്രമല്ല, എന്നത്തതിനേക്കാൾ ഉപരി ലോവസ്റ്റ് പ്രൈസിലാണ് ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നല്ലൊരു ഡീലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റിയൊരു സമയമാണ് ഈ ഒരു സെയിൽ. അപ്പം ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കിക്കോ. ഫസ്റ്റ് തന്നെ അങ്ക്രക്ക കുർത്ത അങ്ങനെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഗൂഗിളൊന്നും നോക്കിയിട്ടില്ല. എൻ്റെ ഒരു ഇതിൽ പറയുന്നതാണ് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ. അപ്പോൾ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കുർത്ത. ഇത് കോളേജ് വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും നമുക്ക് കാഷ്വലായിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു കുർത്തയാണ്. നല്ല ഭംഗിയുള്ളൊരു കുർത്ത. പ്രത്യേകിച്ച് ഇതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ ബ്ലൂവും അതുപോലെ മെറൂണും ബ്രൗണും ഒക്കെ ആയിട്ട്, മെറൂണല്ല ബ്രൗണ്, ബ്ലൂ, വൈറ്റ്, അങ്ങനെ ഒരുപാട് കളറുകളുടെ ഒരു കോമ്പിനേഷനാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. 3/4 ഇതിൻ്റെ സ്ലീവ്സ് വരുന്നത്. 3/4 സ്ലീവ്സ് ആണ്. പിന്നെ ഇതിനിങ്ങനെ ഒരു പൈപ്പിംഗ് ഒക്കെ പോലെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ നെക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ നെക്കിൻ്റെ ഒരു ഷേപ്പ് ഇങ്ങനെ. പിന്നെ ഈ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായത് ഇതൊരു നമ്മളെ റാപ്പ് അപ്പ് ഡ്രസ്സ് റാപ്പ് ചെയ്യേണ്ട ടൈപ്പ് അങ്ങനത്തെ മോഡലിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് ഓപ്പൺ ആയിട്ട് ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി അവരത് നാട വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, ഇങ്ങനെ ഓപ്പൺ ആണെങ്കിൽ കൂടിയും നമുക്കത് പുറത്ത് കാണില്ല. നമ്മളതിൻ്റെ അടിയിൽ ലെഗിങ്സ് ഒക്കെ ഇടുന്നുണ്ടല്ലോ, പക്ഷെ എന്നാലും അത് പുറത്ത് കാണില്ല. നമ്മൾ റാപ്പ് ഡ്രസ്സ് ഇങ്ങനെ ഇടുക, അത് നമ്മൾ പുറത്ത് കാണില്ലല്ലോ, അതിങ്ങനെ കവർ ചെയ്തിട്ടുണ്ടാവില്ല. ആ ഒരു മോഡലിലാണ് ഈ ഒരു കുർത്ത വന്നിട്ടുള്ളത്. നല്ല ലെങ്ത്തുള്ള കുർത്തയാണ്, കാഫ് ലെങ്ത്തോളം ഉണ്ട്. പിന്നെ ഈ ഒരു മോഡലാവുമ്പോൾ ഇതിന് സൈഡ് സ്ലിറ്റ് ഒന്നും വരില്ല, ഒരു ലൈൻ ഷേപ്പിൽ വരുന്ന ഒരു കുർത്തയാണ് ഇത്. സിമ്പിളാണ്. ഈ ഒരു പാറ്റേൺ ആണ് കുർത്ത മൊത്തം കൊടുത്തിട്ടുള്ളത്. ഈ ഡിസൈൻ തന്നെയാണ് കുർത്ത മൊത്തം ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് നല്ല കംഫർട്ടബിളാണ് ഇടാൻ കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ആണ്, കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നതാണ്. ഇതിൻ്റെ റേറ്റ് ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 755 ആണ്, 755 ആണ്. അപ്പം ഇതാണ് ഫസ്റ്റ് കുർത്ത. അടുത്തത് സ്ലീവ്ലെസ് ഡിസൈനിൽ വരുന്ന ഒരു ഡെയിലി വെയർ കുർത്തയാണ്. ഇതാണ് കുർത്ത. ഇതൊരു എന്താ പറയുക, ഓണിയൻ പിങ്ക് ആ ഒരു കളറിലുള്ള ഒരു കുർത്തയാണ്. പിന്നെ ഇതിൽ ഇവിടെയൊക്കെ ഇങ്ങനെ എംബ്രോയിഡറി ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഒരു ലേസ് വർക്കില്ലേ, ലേസ് അങ്ങനത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സ്ലീവിന് ചുറ്റും. അതുപോലെ തന്നെ നെക്കിന് ചുറ്റും റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. സ്ട്രെയിറ്റ് കുർത്തിയാണ്, സൈഡ് സ്ലിറ്റ്സ് ഉള്ള. സ്ലിറ്റിലും ഈ ഒരു ഡിസൈൻ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൽ എടുത്ത് പറയാനുള്ളത്. വളരെ സിമ്പിളാണ്. ഇങ്ങനൊരു പാറ്റേൺ ആണ് കുർത്ത മൊത്തം. കണ്ടോ, ഇങ്ങനെ ഒരു കുഞ്ഞി ഈ ഒരു ഡിസൈൻ, ഇതാണ് കുർത്ത മൊത്തം കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ലെങ്ത് ഉള്ള, ഓൾമോസ്റ്റ് ഒരു കാഫ് ലെങ്ത്തോളം വരുന്നൊരു കുർത്തയാണ്. ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആണ്. കാരണം മെറ്റീരിയൽ ഇതിൻ്റെ ഫാബ്രിക്കും കോട്ടൺ ആണ്, അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ഉണ്ട്. സ്ലീവ് ലെസ് ആയിട്ട് കൂടിയും നല്ല കറക്റ്റ് ഫിറ്റിലാണ് വരുന്നത്. ഞാനിത് എക്സലാണ് എടുത്ത. എൻ്റെ അളവ് നോക്കുമ്പോൾ എക്സലാണ് ഉള്ളത്, അതായത് ലാർജിൻ്റെ ആ ഒരു അളവ് എക്സലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങിക്കുമ്പോൾ എന്തായാലും സൈസ് ചാർട്ട് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. കുർത്ത നല്ല കുർത്തയാണ്. ഞാൻ വാങ്ങിക്കുമ്പോൾ 450 രൂപയാണ്, 450 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് ഇതാണ് കേട്ടോ കുർത്ത. ഇതെനിക്ക് കൂട്ടത്തിൽ ഇതിൻ്റെ പ്രിൻറ്റും കളർ കോമ്പിനേഷൻ എനിക്കിഷ്ടമാണ്. എനിക്ക് ഇങ്ങനെ ഓഫ് വൈറ്റിൽ ഇതുപോലൊരു ഓണിയൻ പിങ്ക് പോലെയുള്ള ഇങ്ങനത്തെ ഒരു കളർ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു കുർത്തയുടെ ഫാബ്രിക് വന്നിട്ട് ഇതാണ് വിസ്കോസ് റയോണിൽ വരുന്നൊരു കുർത്തയാണിത്. ഈ കുർത്ത എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സൈഡ് സ്ലിറ്റ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബാക്കിൽ കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടാണ് ഉണ്ടാവുക. മുന്നിലാകുമ്പോഴത്തേനും
കുറവാണ്. ഹൈ ലോ ആ ഒരു ഇതിൽ വരുന്നൊരു കുർത്തിയാണിത്. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കാഫ് ലെങ്ത്തോളം വരുന്നുണ്ട്. സ്ലീവ്സ് വന്നിട്ട് 3/4 ആണ് സ്ലീവ്സ്. നെക്ക് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് റൗണ്ട് നെക്കാണ്. ഇവിടെ യോക്കിൽ ബട്ടൺസിൽ കൊണ്ടുള്ളൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള കുർത്തിയാണ്. മൊത്തം ഈ ഒരു പാറ്റേൺ ആണുള്ളത്, ഈ ഒരു കളറും പിന്നെ ഗോൾഡൻ്റെ ചെറിയൊരു ഇത് ഗോൾഡൻ ആണ് കേട്ടോ. അപ്പോൾ കുർത്ത മൊത്തം ഈ ഒരു പാറ്റേൺ ആണ്. നല്ല ഭംഗിയുള്ള കുർത്തിയാണ്, നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ റയോൺ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, ഈ പോളിസ്റ്ററൊക്കെ ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് റയോൺ ആയിരിക്കും. എനിക്ക് പേഴ്സണലി റയോണും കോട്ടണും ആണ് കൂടുതൽ ഇഷ്ടം. നല്ല രസമില്ലാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് നോക്കട്ടെ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 428 428 നല്ല വേർത്താണ് കേട്ടോ. ഈ ഒരു സിമ്പിളായിട്ടുള്ള കുർത്ത ഇത് നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ തന്നെയാണ്. നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ്, നല്ല സിമ്പിളായിട്ടുള്ളൊരു കുർത്തിയാണ്. സിമ്പിളായിട്ട് നമുക്ക് നല്ല രീതിയിൽ സ്റ്റൈലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അടുത്തത് പിങ്കിൽ ഫ്ലോറൽ പ്രിൻറ്റുകൾ വരുന്നൊരു കുർത്തിയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ലെങ്ത്തും ഉണ്ട്, കാഫ് ലെങ്ത്തോളം ഉണ്ട്. കാഫ് ലെങ്ത്തും കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു കുർത്ത. നല്ല ഭംഗിയുണ്ട്, നല്ല സിമ്പിളായിട്ടുള്ളൊരു ഡെയിലി വെയർ ആണിത്. ഇതാണ് കുർത്ത. 3/4 ആണ് സ്ലീവ്സ് വരുന്നത്. നെക്ക് ഇങ്ങനെയാണ് കേട്ടോ, റൗണ്ട് നെക്കാണ്. ഇവിടെ ഇങ്ങനത്തെ ഒരു കുഞ്ഞി എന്താ പോമിൻ്റെ കുഞ്ഞി ഡിസൈൻ വരുന്നുണ്ട്. ഇത് ഒരു പ്രത്യേകത, ഈ ഒരു കുർത്തയിൽ എടുത്തു പറയാനുള്ളത് ടാസൽ വർക്കാണ് വന്നിട്ടുള്ളത്. സൈഡ് സ്ലിറ്റുമ്മൽ 2 സൈഡ് സ്ലിറ്റിലും ഫ്രണ്ട് ഭാഗത്ത് മാത്രം ടാസൽ വർക്ക് കൊടുത്തിട്ടുണ്ട് അവർ. അത് നല്ല രസമുണ്ട്. പിന്നെ അത് നല്ല നീളമുണ്ട് ഈ കുർത്ത. ഇങ്ങനെ സ്ട്രെയിറ്റിൽ ഇങ്ങനെ റെഗുലർ ഫിറ്റിൽ സൈഡ് സ്ലിറ്റ്സോട് കൂടി ഇങ്ങനെ നീളമുള്ള കുർത്തിയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ലെഗിങ്സിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഡെയിലി വെയറാണ്, കോളേജ് വെയറാണ്, ഓഫീസ് വെയറാണ്. അപ്പം ഇതിൻ്റെ റേറ്റ് ഞാൻ വാങ്ങിക്കുമ്പോൾ എത്രയാണ്, 550 രൂപയാണ് കേട്ടോ. ഇന്നിപ്പം ഞാൻ നോക്കട്ടെ. ഇപ്പോൾ ഏതായാലും എനിക്ക് നേരത്തെ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇൻസൈഡർ ആയതുകൊണ്ട്. അപ്പോൾ 560 തന്നെയാണ് കാണിക്കുന്നത്. ഇന്ന് 560 10 രൂപ കൂടിയിട്ടുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക്. ചിലപ്പം എന്താ പറയുക, നാളെ വീണ്ടും കുറയുമെന്നൊന്നും അറിയില്ല. ഇനി നല്ലൊരു കുർത്തിയാണ്, നല്ല കോട്ടണിൽ വരുന്ന നല്ലൊരു കുർത്തിയാണ്. പിന്നെ ഇത് അനോക്ക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. അധികവും ആ ബ്രാൻഡ് തന്നെയാണ് ഞാൻ എടുത്തത്. കാരണം ആ ഒരു ബ്രാൻഡിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ട് കുറേ കുർത്തകൾ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു കുർത്ത, റെഗുലർ ഫിറ്റിൽ വരുന്നതാണിത്. ലാസ്റ്റ് വന്നിട്ടൊരു ഞാൻ എടുത്തതൊരു ഓവർ സൈസ്ഡ് ടീഷർട്ടാണ് കേട്ടോ. ഇത് ദ റോഡ്സ്റ്റർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഓവർ സൈസ് ടീഷർട്ടാണ്. നല്ല കംഫർട്ടബിളാണ് ഇടാൻ. എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓവർ സൈസ് ഇടാൻ. നമ്മളെന്താ പറയുക, നമുക്ക് ഒത്തിരി വയറൊക്കെ ഉണ്ടെങ്കിൽ കാണില്ലല്ലോ. നല്ല കംഫർട്ടബിളുമാണ്. ഇതിൻ്റെ റേറ്റ് ഞാൻ നോക്കട്ടെ. നല്ല റേറ്റ് കുറവിലാണ് ഞാനിത് വാങ്ങിച്ചത്. ഇതിൻ്റെ റേറ്റ് 352 കേട്ടോ. ഞാനിത് 290 മറ്റുള്ള സമയത്ത് വിഷ് ലിസ്റ്റിൽ ഇട്ടിരുന്നു. അപ്പോൾ പിന്നെ ഇത് എന്താ സ്റ്റോക്ക് ഔട്ടായി. പിന്നെയും ഞാനിത് വാങ്ങിച്ചപ്പോൾ ഏതാണ്ട് 350. അപ്പം നല്ല വിലക്കുറവിൽ ഇത് കാണുന്നുണ്ട്. നല്ല റിവ്യൂസൊക്കെയാണ് ഇതിനുള്ള. നല്ല റിവ്യൂസാണ് എല്ലാവരും പറയുന്നത്. നല്ല കംഫർട്ടബിളാണ് ഇടാൻ. നല്ലൊരു ഓവർ സൈസ് ടീഷർട്ടാണ്. ഇതിന് നല്ല കളറുമാണിത്. ഓവറായിട്ട് പ്രിൻസും ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇന്നത്തെ നമ്മുടെ ഹോൾ വീഡിയോയിലുള്ളത്. അപ്പോൾ ഹോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക വീഡിയോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ വീഡിയോയിൽ കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇഷ്ടമായാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ സജഷൻസും നിങ്ങൾക്ക് ഏത് തരം വീഡിയോകളാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും കാണാൻ നല്ല വീഡിയോ ആയിട്ട്. അതുവരെയും ബൈ.